അർണബിന് എന്തു പറ്റി? വാട്ട് ഹാപ്പൻ ടു അർണബ്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നമുക്ക് പരിചയമുള്ളൊരു അർണബുണ്ട്. കേന്ദ്ര സർക്കാരിന് അനുകൂലമായി മാത്രം നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ സെലിബ്രിറ്റി ന്യൂസ് ആങ്കർ. ഒരിക്കൽ പോലും സർക്കാരിനെ വിമർശിക്കാത്ത, എന്നാൽ നാഷൻ വാണ്ട്സ് ടു നോ എന്ന ഇൻട്രോയിലൂടെ പ്രതിപക്ഷത്തെ നിരന്തരം ഫയർ ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷത്തുള്ള നേതാക്കളെ കണക്കിന് പരിഹസിച്ചും വിമർശിച്ചും ഒച്ചയിടുന്ന അർണബിനെയാണ് നമുക്ക് പരിചയമുള്ളത്. എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കാര്യങ്ങൾ ഇങ്ങനെയൊന്നുമല്ല. ഇൻഡിഗോ വിമാന പ്രതിസന്ധി ഉണ്ടായ സമയത്ത് വ്യോമയാന മന്ത്രാലയത്തിന് തെറ്റുപറ്റിയെന്ന് വിളിച്ചു പറയുന്ന അർണബിനെ നമ്മൾ കണ്ടു. യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കിയതിന് കേന്ദ്ര സർക്കാർ ഉത്തരവാദിയാണെന്നാണ് അർണബ് പറഞ്ഞത്. ഡൽഹിയിലെയും സമീപ നഗരങ്ങളിലെയും വായുമലിനീകരണം വലിയ തോതിൽ വർദ്ധിച്ചപ്പോൾ പരിസ്ഥിതി മന്ത്രിയെ ചോദ്യം ചെയ്തും അർണബ് രംഗത്ത് വന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്തുകൊണ്ടാണ് ഇടപെടാത്തത് എന്ന് പരസ്യമായി അർണബ് ചോദിച്ചു. തീർന്നില്ല, ആരവല്ലി പർവ്വത നിരക്ക് പുതിയ നിർവചനം നൽകിയ നടപടി, അതിൽ കേന്ദ്ര സർക്കാരിനെതിരെയും സുപ്രീം കോടതിക്കെതിരെയും ആഞ്ഞടിക്കുക, കേന്ദ്രമന്ത്രി എവിടെ പോയെന്ന് ചോദിക്കുക, മുൻ ചീഫ് ജസ്റ്റിസിനെ വരെ വിളിച്ചിരുത്തി കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുക, ഇങ്ങനെ തുടങ്ങി ശക്തമായ പ്രതിപക്ഷ മാധ്യമ ദൗത്യമേറ്റെടുക്കുന്ന അർണബിനെയാണ് ഇപ്പോൾ കാണുന്നത്. സർക്കാരിനെതിരെ മാത്രമല്ല, മകളുടെ വിവാഹത്തിന് 10 മിനിറ്റ് വെടിക്കെട്ട് നടത്താൻ 70 ലക്ഷം ചെലവാക്കി ആഡംബരം കാണിച്ച BJP നേതാവിനെതിരെയും അർണബ് രംഗത്ത് വന്നു. ജനപ്രതിനിധികൾ ചെലവാക്കുന്ന തുകക്ക് രാജ്യത്തെ പൗരന്മാരോട് കണക്കു പറയണം എന്ന താക്കീതാണ് അർണബ് നൽകിയത്. അതുകൊണ്ടും തീർന്നില്ല. ലളിത് മോഡിയും വിജയ് മല്യയും ഇന്ത്യയിലെ ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളികളാണ് തങ്ങൾ എന്ന് വീമ്പിളക്കി ലണ്ടനിൽ ആടിപ്പാടി നടക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ ഇന്ത്യക്കാരുടെ നികുതി പണത്തിന് വിലയില്ലേ എന്ന് ആക്രോശിച്ച് ഇരുവരോടും തൻ്റെ മുന്നിൽ അഭിമുഖത്തിന് വരാൻ നട്ടല്ലുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്ന അർണബിനെയാണ് നമ്മൾ കണ്ടത്. ഇന്നലെ വരെ നമുക്ക് പരിചയമുള്ള അർണബിൽ നിന്നും തീർത്തും ഓപ്പോസിറ്റായ മറ്റൊരാൾ. റിപ്പബ്ലിക് TV എഡിറ്റർ ഇൻ ചീഫിന് ഇതെന്തു പറ്റിയെന്നാണ് രാജ്യം ഒന്നടങ്കം ഇപ്പോൾ ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കിടയിലുമെല്ലാം അർണബിൻ്റെ ഈ ഊട്ടൻ വലിയ ചർച്ചയായിരിക്കുകയാണ്. പലരും പല നിഗമനങ്ങളും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഇഷ്ടക്കാരനായിരുന്ന അർണബ് പെട്ടെന്നിങ്ങനെ തിരിഞ്ഞുകൊത്തുന്നതിനെ ചൊല്ലി ചില അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. കേന്ദ്രത്തെ വിമർശിക്കുമ്പോഴും കേന്ദ്രമന്ത്രിമാരെ പേരെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അർണബ് ഇതുവരെ നേരിട്ട് ചോദ്യം ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധിക്കണം. തലസ്ഥാനത്തെ വായു ഗുണനിലവാര സൂചിക 460 കടന്നു പോയപ്പോഴാണ് നോട്ട ഫോർ AQI എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനുമായി അർണബ് എത്തുന്നത്. പാർലമെൻറ്റിൽ ഇത് ചർച്ച ചെയ്യാൻ സമയമില്ലേ എന്ന് ചോദിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടണമെന്ന് പറഞ്ഞു. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിനോട് 5 ചോദ്യങ്ങൾ എന്ന പേരിൽ ഒരു പ്രോഗ്രാം തന്നെ ഇറക്കി. കോവിഡിനേക്കാൾ ഭീകരമാണ് എന്നൊക്കെ ഒച്ചയിട്ടു. ഭരണകൂടത്തിൻ്റെ ശബ്ദമായിരുന്ന അർണബ് ഗോസ്വാമിക്ക് അന്തരീക്ഷ മലിനീകരണം കണ്ടിട്ട് സർക്കാർ ഇതിന് ഉത്തരവാദിയാണെന്ന് ബോധ്യമായതുകൊണ്ടാണോ ഈ പ്രതികരണം? ഇതാണ് ആദ്യത്തെ സംശയം. സർക്കാർ അനുകൂലിയാണെങ്കിലും മലിനീകരണം എല്ലാവരെയും ബാധിക്കുമല്ലോ. എന്നാൽ സർക്കാരിനെ വിമർശിച്ച് വീണ്ടും തുടർച്ചയായി അദ്ദേഹം രംഗത്തെത്തുകയാണ്. രാജ്യം പ്രതിസന്ധിയിലാകുമ്പോഴും ആഡംബര ജീവിതം നയിക്കുന്ന BJP നേതാക്കളെയാണ് അർണബ് ഉന്നമിട്ടത്. മകളുടെ കല്യാണത്തിന് കരിമരുന്ന് പ്രയോഗം നടത്താൻ 70 ലക്ഷം ചിലവിട്ട BJP നേതാവിനെ ഉദാഹരിച്ചാണ് അർണബ് തുടങ്ങുന്നത്. ചികിത്സ കിട്ടാതെ ഗർഭിണി മരണപ്പെട്ടത്, കുഞ്ഞുങ്ങൾക്ക് രക്തക്കൈമാറ്റം മൂലം HIV ബാധിച്ചത്, ഇതെല്ലാം രാജ്യത്ത് വാർത്തയാകുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് അർണബിൻ്റെ ചോദ്യം. രാഷ്ട്രീയ നേതാക്കളുടെ ആഡംബര ജീവിതത്തിന് നേപ്പാളിലെ ജൻസി തലമുറ നൽകിയ മറുപടി പോലും ഒരു വേള അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ റോള് നിർവഹിക്കുന്ന, ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന യഥാർത്ഥ ജേർണലിസ്റ്റിക് മൂല്യങ്ങളിലേക്ക് അർണബ് തിരിച്ചെത്തുകയാണോ എന്നതാണ് ചോദ്യം. എന്നാൽ ഇതും അർണബിൻ്റെ മറ്റൊരു ബിസിനസ് തന്ത്രം മാത്രമാണ് എന്നാണ് ചിലർ നിരീക്ഷിക്കുന്നത്. ഇൻഡിഗോ വിഷയത്തിലാണല്ലോ അർണബിൻ്റെ ആദ്യത്തെ സർക്കാർ വിമർശനം വരുന്നത്. അതൊരു അവസരമായിരുന്നു. പൊതുജനം രോഷാകുലരായിരുന്നു. അവർക്ക് സർക്കാരിനോട് പ്രതിഷേധിക്കണമെന്നുണ്ട്. പക്ഷേ ദേശീയ മാധ്യമങ്ങളൊന്നും തന്നെ സർക്കാരിനെ ഉത്തരവാദിയാക്കുന്ന രൂപത്തിൽ ഈ വിഷയത്തിൽ ഒന്നും അവതരിപ്പിച്ച് കണ്ടില്ല. ഈ അവസരത്തെ മുതലെടുത്ത് ചാനലിന് റീച്ച് കൂട്ടാനുള്ള തന്ത്രമാണ് അർണബിൻ്റെത് എന്നാണ് ചിലർ നിരീക്ഷിച്ചത്. അത് ഫലം കണ്ടിട്ടുണ്ട്. കാലങ്ങളായി അർണബിനെ ബഹിഷ്കരിച്ച എത്രയോ പ്രേക്ഷകർ റിപ്പബ്ലിക് TVയിലേക്ക് തിരിച്ചു വന്നു.
ആരവല്ലി വിഷയത്തിൽ പ്രതികരിച്ചതിലും ഒരു ബിസിനസ് താല്പര്യം കാണാം. അദാനിയെ സംരക്ഷിക്കാൻ മുൻകാലങ്ങളിൽ എത്രയോ തവണ ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയാണ് അർണാബ് ഗോസ്വാമി. ഹിഡൻബർഗ് റിപ്പോർട്ട് വന്നപ്പോഴൊക്കെ അദ്ദേഹം ഒട്ടേറെ അദാനിയെ സംരക്ഷിച്ചു നിർത്തിയതാണ്. പക്ഷേ അദാനി NDTV ഏറ്റെടുത്തു. ഇതോടെ റിപ്പബ്ലിക് TVക്ക് തിരിച്ചടി കിട്ടി. അദാനി ഇപ്പോൾ അർണാബിന് തൻ്റെ ഒരു കോർപ്പറേറ്റ് എതിരാളി കൂടിയാണ്. ബിഗ് ബില്യൺ കമ്പനികളിൽ നിന്ന് ആരവല്ലി പർവ്വതനിരകളെ സംരക്ഷിക്കാൻ കേന്ദ്രത്തിനും കോടതിക്കും കഴിഞ്ഞില്ലെന്ന് കുറ്റപ്പെടുത്തുന്ന അദ്ദേഹം ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാർ നിയമിച്ച 15 കോടിയുടെ അവതാരകൻ ഈ ചോദ്യം ചോദിക്കില്ല, പക്ഷേ രാജ്യത്തിന് വേണ്ടി ഞാനിത് ചോദിക്കുമെന്ന്. ഇവിടെ DD ന്യൂസ് അവതാരകനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സുധീർ ചൗധരിയെയാണ് അർണബ് ലക്ഷ്യമിട്ടത് എന്ന് വ്യക്തം. അർണബ് ഗോസ്വാമിയും സുധീർ ചൗധരിയുമെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ഫേവറേറ്റ് അവതാരകരായിരുന്നു സമീപകാലം വരെ. അങ്ങനെയെങ്കിൽ സുധീർ ചൗധരിക്ക് നൽകിയ ഈ 15 കോടിയുടെ സർക്കാർ നിയമനത്തിൽ അർണാബിനുള്ള അതൃപ്തിയും ഈ പരാമർശത്തിൽ പ്രകടമാണ്. അർണാബ് ഗോസ്വാമി സർക്കാരിനെ വിമർശിക്കുന്ന ക്ലിപ്പുകൾ വൈറലാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റീച്ചും വർദ്ധിച്ചിട്ടുണ്ട്. ഈ പ്രേക്ഷക പിന്തുണ അവഗണിക്കാൻ റിപ്പബ്ലിക്കിനും അർണബിനും അല്പം പ്രയാസമായിരിക്കും. രാജ്യത്തെ മീഡിയ പൊളിറ്റിക്കൽ ഫോർമുലകളിൽ ഇപ്പോഴത്തെ അർണാബ് ട്രെൻഡ് എന്തെങ്കിലും സ്വാധീനം ചെലുത്തുമോ? അതോ ഈ പ്രതിഭാസം കേവലം ആഴ്ചകൾ കൊണ്ട് അവസാനിക്കുമോ? എന്തൊക്കെയായിരിക്കും ഇതിന് പിന്നിൽ? അതും നാഷൻ വാണ്ട്സ് ടു നോ.